ദിവസക്കാലം പിന്നിട്ട് 80ാം ദിവസത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഒരു CA2 തൊഴിലാളിയെ സസ്പെൻഡ് ചെയ്ത് 3 മാസക്കാലത്തോളം പുറത്തു നിൽക്കുന്ന ഒരു സാഹചര്യം ഒരു കാരണവശാലും ഉണ്ടാകാറില്ല. ഒരു സംഘർഷം ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. സമാധാനപരമായ തൊഴിലന്തരീക്ഷം ഉണ്ടാകണമെന്നും എല്ലാ തരത്തിലുള്ള തൊഴിൽ മേഖല ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകണമെന്നും വ്യവസായ അന്തരീക്ഷം സൗഹൃദമാകണം എന്ന തീരുമാനമെടുത്തുകൊണ്ടാണ് CA2 മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് CA2 ഒരു തൊഴിൽ പ്രശ്നം പരിഹരിക്കാൻ അറിയില്ല എന്ന് കോൺട്രാക്ടറോ മാനേജ്മെന്റോ ധരിക്കേണ്ടതില്ല എന്ന് അവരെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഈ യോഗത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. ഞങ്ങൾ തീരുമാനമെടുത്താൽ കേരളത്തിലെ പെട്രോളിയം രംഗത്ത് 24 മണിക്കൂർ പിന്നിടുന്ന മുമ്പ് എല്ലാ മേഖലകളെയും സ്തംഭിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു ആഹ്വാനത്തിന് കഴിയുമെന്ന് കോൺട്രാക്ടർമാരും അതോടൊപ്പം തന്നെ മാനേജ്മെന്റ് ആലോചിക്കേണ്ടതുണ്ട് എന്നാണ് അവരെ ഓർമ്മപ്പെടുത്താനുള്ളത്. പക്ഷെ തൊഴിലാളികളുടെ പണിമുടക്ക് സമരമെന്ന് പറഞ്ഞാൽ അവസാനത്തെ സമരായുധമാണ് എന്നതുകൊണ്ട് ആദ്യമായി പണിമുടക്ക് സമരത്തിലേക്ക് പോകേണ്ടതില്ല. എല്ലാ തലങ്ങളിലുമുള്ള ചർച്ചകളും ആ ചർച്ചകളെ തുടർന്ന് തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് നാം കാത്തിരിക്കുന്നത്. പക്ഷേ അത് തൊഴിലാളി സംഘടനകളുടെ തൊഴിലാളികളുടെ ഒരു കീഴടങ്ങലാണ് ധരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അതിനെ വെല്ലുവിളിക്കേണ്ട ആ സാഹചര്യത്തിലേക്ക് CA2 എത്തിച്ചേരുമെന്ന് അവർ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ യോഗവും സമരവും സംഘടിപ്പിക്കേണ്ടി വരുന്നത്? വെടസ്കാൽ സോമസുന്ദരവും പ്രിൻസും സൂചിപ്പിച്ചു. ഞാൻ വളരെ വിനയത്തോടെ IOCയുടെ മാനേജ്മെന്റിനോട് ചോദിക്കുകയാണ്, ജോൺസൺ എന്ന് പറയുന്ന കോൺട്രാക്ട് ആ കോൺട്രാക്ട് എടുത്ത് പണിയാരംഭിച്ച് ഏതെങ്കിലും ഒരു പ്ലാന്റിനകത്ത് സമാധാനപരമായ തൊഴിലന്തരീക്ഷം ഉണ്ടായിട്ടുണ്ടോ? അത് പാരിപ്പള്ളി എടുത്ത് പരിശോധിച്ചാൽ, ഉദയംപേരൂർ എടുത്ത് പരിശോധിച്ചാൽ, ചേളരി എടുത്ത് പരിശോധിച്ചാൽ, ഏതൊരു മേഖല എടുത്ത് പരിശോധിച്ചാലും തൊഴിലാളികളെ എങ്ങനെ ചൂഷണം ചെയ്യാൻ കഴിയുമെന്ന് ആലോചിച്ചുകൊണ്ട് തനിക്ക് തടിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള അവസരമൊരുക്കി കൊടുക്കുന്നതിന് വേണ്ടി ഈ കോൺട്രാക്ടർ മുന്നോട്ട് പോകുന്ന കക്ഷിയാണ് വർഷങ്ങളായി നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. പാരിപ്പള്ളിയിൽ തൊഴിലാളികൾ സൂചനാ പണിമുടക്കിന് തീരുമാനമെടുത്ത് മുന്നോട്ട് വരുമ്പോ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ആ പണിമുടക്ക് നിരോധിക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്തു. പക്ഷേ സംഘടിതരായി തൊഴിലാളികൾ സമരരംഗത്ത് അണിനിരന്നുകൊണ്ട് ആ ജോൺസന് മുട്ടുമടക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായി എന്ന് ജോൺസൺ മനസ്സിലാക്കുന്നത് നന്നായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ചേളേരിയിൽ മാത്രമാവില്ല, ജോൺസന്റെ കോൺട്രാക്ടുള്ള മേഖലകൾ മാത്രമാവില്ല, ഒരുപക്ഷെ ഒരാഴ്ചക്കാലം കൂടി കാത്തിരുന്നാൽ കേരളത്തിന്റെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ എല്ലാ മേഖലകളിലും തൊഴിൽ സ്തംഭനമുണ്ടായാൽ അതിന് CA2 ഉത്തരവാദിത്വം ഉണ്ടാവില്ല എന്ന് മാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ സൂചിപ്പിച്ചത്, ജോൺസൺ ആഗ്രഹിക്കുന്നത് ഒരു പണിമുടക്ക് നോട്ടീസ് കിട്ടിയാൽ ആ നോട്ടീസുമായി ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ ഉത്തരവ് വാങ്ങി യഥേഷ്ടം മുന്നോട്ട് പോകാമെന്നാണെങ്കിൽ അത്തരത്തിൽ പണിമുടക്ക് നോട്ടീസ് തന്ന് തൊഴിലാളികളുടെ പണിമുടക്ക് അവകാശം ഹനിക്കുന്നതിന് വേണ്ടിയല്ല തീരുമാനമെടുക്കുന്നു. പക്ഷേ തൊഴിലാളികൾ സ്വയം പണിയെടുക്കേണ്ടതില്ല എന്ന് തീരുമാനമെടുത്ത് മുന്നോട്ട് പോയാൽ തൊഴിലാളികളെ കുറ്റപ്പെടുത്താനാവില്ല. 21-ാം തീയതി കഴിഞ്ഞാൽ ചേളേരി പ്ലാന്റിലടക്കം എല്ലാ വിഭാഗത്തിലും പെട്ട തൊഴിലാളികൾ അത്തരത്തിലുള്ള സമരമാർഗം ആലോചിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടി വരുമെന്നാണ് ഞങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത്. എന്തിനു വേണ്ടിയാണ് നിലപാട് സ്വീകരിക്കുന്നത്? ഞങ്ങൾ മുട്ടാത്ത വാതിലുകളില്ല, അപേക്ഷ കൊടുക്കാത്ത ഇടങ്ങളില്ല. കളക്ടറെ കാണുന്നുണ്ട്, DLOയെ കാണുന്നുണ്ട്, RJLCയെ കാണുന്നുണ്ട്, IOCയുടെ ചീഫ് ഓഫീസറെ കാണുന്നുണ്ട്, പ്ലാന്റ് മാനേജറെ കാണുന്നുണ്ട്. അങ്ങനെ എല്ലാ തലങ്ങളിലുമുള്ള ഈ ആളുകളെ കണ്ട് തൊഴിലാളികളെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഇടപെടലും പ്രവർത്തനം നടത്തുന്നത്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി ശരിയായ നിലപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി മാനേജ്മെന്റിന് കഴിയുന്നില്ലെങ്കിൽ സ്വാഭാവികമായും തൊഴിലാളികൾക്ക് തൊഴിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലും പ്രവർത്തനം നടത്താനുള്ള ഉത്തരവാദിത്വം ഉണ്ടാകും. ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ ഞങ്ങൾ നിർബന്ധിക്കപ്പെടുമെന്നാണ് ഞങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത്. ഇവിടെ
പ്രിൻസും അതോടൊപ്പം അധ്യക്ഷൻ സൂചിപ്പിച്ചു. എന്തുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ ഒരു യോഗം സംഘടിപ്പിക്കേണ്ടി വന്നത്? എന്താ ജോൺസൺ എന്ന് പറയുന്ന കോൺട്രാക്ട് ചെയ്തു വെക്കുന്നത്? നമുക്കറിയാം, ഒരു പ്ലാന്റിനകത്ത് അല്ലെങ്കിൽ ഒരു വ്യവസായത്തിനകത്ത് തൊഴിൽ പ്രശ്നമുണ്ടായാൽ, ഡിമാൻഡ് നോട്ടീസുമായി ബന്ധപ്പെട്ട ചർച്ചയുണ്ടായാൽ ആ ചർച്ചക്കകത്ത് എല്ലാ യൂണിയനുകളും ഒപ്പിച്ച് മുന്നോട്ട് വരേണ്ടതുണ്ട്. ചേളേരി പ്ലാന്റുമായി ബന്ധപ്പെട്ട് എന്താ ഉണ്ടായത്? മഹാഭൂരിപക്ഷം വരുന്ന തൊഴിലാളികളെ പ്രതിദാനം ചെയ്യുന്ന CI2 ഒപ്പുവെക്കാത്ത കരാർ നടപ്പാക്കണമെന്ന പിടിവാശിയോടുകൂടി കോൺട്രാക്ടർ ജോൺസൺ മുന്നോട്ട് പോവുകയാണ്. 50% വരുന്ന തൊഴിലാളികളെ പ്രതിദാനം ചെയ്യുന്ന CI2 ഒപ്പുവെക്കുന്നു വേണ്ടി തയ്യാറാകുന്നില്ല. തങ്ങളുടെ ശൃംഖലകളായ ചില ട്രേഡ് യൂണിയൻ നേതാക്കളെയും അതോടൊപ്പം തന്നെ ജോൺസന്റെ നക്കാപ്പിച്ചക്ക് വേണ്ടി നാവിത്തരം കട്ടുന്ന മാനേജ്മെന്റ് അടക്കമുള്ള ആളുകൾ ഗൂഢാലോചന നടത്തിക്കൊണ്ട് ഒരു കരാർ ഒപ്പിടുകയാണ്. ആ കരാർ CI2 അംഗീകരിക്കണമെന്നാണ് പറയുന്നത്. ആ കരാറാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ 3 വർഷക്കാലമായി തൊഴിലാളികൾക്ക് ലഭ്യമായി വരുന്ന ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ശമ്പളം വെട്ടിക്കുറയ്ക്കുന്നതിനു വേണ്ടി തീരുമാനമെടുക്കുകയാണ്. ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ കേട്ടുകേൾവിയുണ്ടോ? 3 വർഷക്കാലം കഴിയുമ്പോ ഒരു കരാറിലേക്ക് എത്തിച്ചേരുമ്പോ ആ കരാറിനകത്ത് 3 വർഷക്കാലമായി ലഭ്യമായി വരുന്ന ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതിനു വേണ്ടി തീരുമാനമെടുക്കുകയാണ്. വെട്ടിക്കുറയ്ക്കുന്നതിനു വേണ്ടി തീരുമാനമെടുക്കൽ മാത്രമല്ല, തൊഴിൽ സമയം ദീർഘിപ്പിക്കുന്നതിനു വേണ്ടി തീരുമാനമെടുക്കുകയാണ്. അവർക്ക് നിശ്ചിത സമയം അനുവദിക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ തൊഴിലാളികളെ ഞെക്കിപ്പിടിയുന്നതിനു വേണ്ടി തീരുമാനമെടുക്കുക. എന്നിട്ട് എന്താ ചെയ്യുന്നത്? 3 ആളുകളെ പുതുതായി